എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ രാജി മാത്യു. ഇന്നത്തെ എൻ്റെ റെസിപ്പി നമ്മുടെ നാടൻ ഫേവറേറ്റ് ഡിഷായ കുമ്പളപ്പമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ കൂടി കാണിച്ചു തരാം. വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുമ്പളപ്പത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് റൈസ് പൗഡറാണ്. 2 പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു പഴം ആദ്യം പൊളിച്ച് പീസാക്കി ഇടണം. എന്നിട്ട് നല്ലതായിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. അതിനുശേഷം ഒരു കഷ്ണം ശർക്കര ഇതുപോലെ പൊടിയാക്കിയത് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ അടുത്ത പഴം കൂടെ നമ്മൾ പീസാക്കി ആഡ് ചെയ്യണം. ഇനി നമ്മൾ നല്ലതായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ സോൾട്ട്, ഉപ്പുപൊടി ഇതിലേക്ക് ആഡ് ചെയ്യണം. 1 ടീസ്പൂൺ നെയ്യ് ഇതുപോലെ ആഡ് ചെയ്യണം. ഹാഫ് കോക്കനട്ട് ഗ്രൈൻഡഡ്, നട്ട്സ്, ആവശ്യത്തിനുള്ള നട്ട്സ് ആഡ് ചെയ്യാം. ഞാൻ ഇതിനകത്തിൽ ആഡ് ചെയ്തിരിക്കുന്നത് തേങ്ങാക്കൊത്ത്, ഉണക്കമുന്തിരി, കശുവണ്ടി എല്ലാം കൂടെയാണ്, വറുത്തെടുത്തതാണ്. എന്നിട്ട് നമ്മൾ ജാഗ്രിയും ബനാനയും കൂടെ നല്ലതായിട്ട് അരച്ചെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇതുപോലെ എന്നിട്ട് നല്ലതായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഇളക്കിയാൽ മാത്രം മതി. എത്രമാത്രം സോഫ്റ്റ് ആകാം അത്രമാത്രം നല്ലതായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ശകലം വെള്ളം ജസ്റ്റ് നമ്മുടെ കൈ ഒന്ന് നനയ്ക്കാൻ വേണ്ടിയുള്ള ഒരു 2 to 3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആവുന്നിടം വരെ നമ്മൾ ഇളക്കിയെടുക്കണം. മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 3 to 4 hours ഇതുപോലെ അടച്ചിട്ട് അത് ഒന്ന് പുളിക്കാൻ വേണ്ടി വെക്കണം. ഇതിന് ശേഷം നമ്മൾ നമ്മുടെ കുമ്പളപ്പത്തിനുള്ള ഇല റെഡിയാക്കണം. ഇതുപോലെ ഇല നല്ലതായിട്ട് ക്ലീൻ ചെയ്യണം. നമ്മൾ കുമ്പളപ്പത്തിന് വേണ്ടി ഇല റെഡിയാക്കുകയാണ്. ഇതുപോലെ ഫോൾഡ് ചെയ്യണം. ലെഫ്റ്റ് ടു റൈറ്റ് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു ഈർക്കിൽ വെച്ച് അത് കുത്തി വെക്കണം. കണ്ടോ, ഫോൾഡ് ചെയ്യണം. ഒരുപോലെ ഈക്വലി നമ്മൾ ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ഇതുപോലൊരു ടൂത്ത് പിക്കും കൊണ്ട് നമ്മളത് കുത്തി കൊടുക്കണം. ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്, മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കിയിട്ടും നല്ല സോഫ്റ്റായിട്ടുണ്ട്.
ഇതുപോലെ ഒന്നുകൂടി നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളയാക്കണം ഇതുപോലെ. എന്നിട്ട് ലീഫിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ലീഫിൻ്റെ ഫ്രണ്ട് ടോപ്പിലുള്ള ഇല ഇതുപോലെ മടക്കി കൊടുക്കണം. അതുപോലെ നമ്മൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യണം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young, it has just begun as she കുമ്പിളപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്, കണ്ടോ? ഇനി നമ്മളിത് ബോയിൽ ചെയ്തെടുക്കണം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The nights നമ്മൾ ഒരു ഇഡ്ഡലി തട്ടിനകത്ത് വെച്ച് 15 to 20 മിനിറ്റ്സ് ഇത് ബോയിൽ ചെയ്ത് എടുക്കണം. ഇതുപോലെ കുമ്പിളപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ? നല്ല ആവി പറക്കുന്ന കുമ്പിളപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. our hearts beat to the city streets. We began to feel the fire. കണ്ടോ? നല്ല ഡെലീഷ്യസ് ആണ്, നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം.